പക്ഷെ ഒരു യോഗ്യതയുമില്ലാത്ത തെരുവ് നായ, അതായത് ഡിസിപ്ലിനായ ഒരു നായ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിയുമ്പോൾ തെരുവ് നായ വളരെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് വായി തോന്നുകയൊക്കെ കടിച്ചും പറിച്ചും ലോകത്തുള്ളവരെയൊക്കെ കുരയ്ക്കുകയും കടിക്കുകയും ചെയ്യുന്ന അതിനേക്കാളും കഷ്ടമായിട്ട് ഈ പരനാറി TP സെൻകുമാർ മാറി. പോലീസ് സ്റ്റേഷനെതിരെ കലാപത്തിനാണ് ഇവൻ ആഹ്വാനം ചെയ്യുന്നത്. ഇയാളെ നാളെ ഈ തെരുവ് നായകളെ ആൾക്കാർ കല്ല് വലിച്ചെറിയും. കാരണം പേപ്പട്ടിയാണോ എന്തുവാണെന്ന് അറിയത്തില്ല. ഈ സെൻകുമാർ നാളെ പുറത്തോട്ടിറങ്ങിയിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ ആരെങ്കിലും തെറി വിളിക്കുക, മുഖത്ത് കാർക്കിച്ച് തുപ്പുക, ഇയാളെ പറ്റി മോശമായിട്ട് പറയുക, അവരെ എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? അതായത് ഡിഗ്നിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ ഒരു സംഭവമില്ലാത്ത ഒരു പരമത്തെണ്ടിയാണ് ഇവൻ. ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും കേൾക്കാത്ത രീതിയിലാണ് ഒരു റിട്ടയർഡ് DGP പെരുമാറുന്നത്. അത് അയാൾ ഉപയോഗിക്കുന്ന വാക്കുകളോ, അതായത് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഏത് ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്നാലും ഇയാളുടെ ചെയ്തികളൊക്കെ വെച്ചുകൊണ്ടൊരു എൻക്വയറി ആവശ്യമാണ്. എന്നിട്ട് ഇവനെതിരെ എൻക്വയറി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അത് എക്സിക്യൂട്ട് ചെയ്യണം. ഇയാൾ ഉണ്ടാക്കിയിരിക്കുന്ന പല റിപ്പോർട്ടുകളുണ്ട് കേരളത്തെ താറുമാറടിക്കുന്നത്. അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഒരു റിട്ടയർഡ് ഒരു ജഡ്ജിനെ വെച്ചങ്ങ് ചെയ്യണം. ഇനി ഇതേപോലെയുള്ള റിട്ടയർഡ് DGPമാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒരു ഉദ്യോഗസ്ഥന് ഇതേപോലെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാക്കരുത്. കാരണം കേരളത്തെ നശിപ്പിച്ച ഒരു റിപ്പോർട്ടാണ് ഇവൻ തയ്യാറാക്കിയത്. ഇന്ന് വരെ കേന്ദ്ര ഗവൺമെൻറ്, അതായത് കേന്ദ്രം ഭരിക്കുന്ന BJP 12ഓളം പ്രാവശ്യം ഞാനും ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ ഇത് സംഭവം സത്യമാണോ? പാർലമെന്റിൽ ചോദ്യം വന്നിട്ടുണ്ട്. ഇയാൾ ഈ പറയുന്ന ലവ് ജിഹാദിനെ മുഴുവനും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഇയാൾക്കെതിരെ ഒരു എൻക്വയറി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കാരണം ഇയാളെ വെറുതെ വിടരുത്. അതേപോലെ തന്നെ കേരളത്തിലെ പോലീസുകാരോട് എനിക്ക് പറയാനുള്ളത്, ഇയാൾക്കെതിരെ വല്ല കേസോ ഇയാൾ എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒരു പ്രതിയെ കൈകാര്യം ചെയ്യുന്നത്, അതുപോലെ ഇവനെ കൈകാര്യം ചെയ്യണം. പോലീസ് സ്റ്റേഷൻ്റെ മൂലയ്ക്ക് ഈ DGP എന്ന് പറഞ്ഞവനെ കൊണ്ട് നിർത്തണം. ആ രീതിയിലാണ് ഇയാൾ പെരുമാറുന്നത്. അതായത് കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക് ഉണ്ട്, അത് ലോകം മുഴുവനും അംഗീകരിക്കുന്ന സംഭവമാണ്. അതിനെ താറുമാറാക്കുന്ന ഒരു വിവരം കെട്ടവൻ, ഒന്നില്ലെങ്കിൽ ഇവന് തലയ്ക്ക് ഭ്രാന്തം, അല്ലെങ്കിൽ ഇവനെ എവിടെയെങ്കിലും കൊണ്ടിടണം, ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യാം. അല്ലെങ്കിൽ ഇവന് നാട്ടുകാർ തന്നെ ഇവന് അടി കൊടുക്കും.